ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഒക്കെ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളമില്ലാണ്ട് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പിടി ചോറ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിക്ക് 2 പിടി ചോറൊന്നും കൂടി പോകരുത് കേട്ടോ. 2 പിടി ചോറ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പിടി തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്നത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് ഒരുവിധം എന്നാലിട്ട് ചൂടാറും വേണം, എന്നിട്ട് ചൂട് വേണേനും ആ ഒരു ഇതിൽ വേണം കേട്ടോ നമ്മൾ ഇതിലോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് പാടില്ല, എന്നാൽ ഒരുവിധം ചൂടുണ്ടായിക്കോട്ടെ. എന്നിട്ട് നമുക്കിത് തരി പോലെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോകേണ്ട, ഒരു തരി ഉണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ ആദ്യം ഞാൻ 1.5 കയ്യിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വീണ്ടും മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കയ്യിലും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദപ്പൊടി നിങ്ങൾ കുറേശ്ശെ ചേർത്തിട്ട് കട്ടിക്കനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ മാവിന് വേണ്ടത്. നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തിടണം. അപ്പോൾ ഞാൻ നെയ്യിലാണ് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത്. അപ്പോൾ നെയ്യിൽ തന്നെ വറുത്തിടാൻ നോക്കട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, നിങ്ങൾ അരച്ച് എടുത്ത ഉടനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തേങ്ങാക്കൊത്ത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മളുടെ മാവിന് വേണ്ടത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം. അപ്പം ഞാനിത് ചുട്ടെടുക്കുന്നത് നമ്മളുടെ വിറകടുപ്പിലാണ്. അപ്പോൾ ഗ്യാസൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ വിറകടുപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോരോ അപ്പങ്ങളായിട്ട് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ടൈമിൽ 2 അപ്പങ്ങൾ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു അപ്പം ഒഴിച്ചതിന് ശേഷം അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ഞാൻ കോരിയെടുത്തിട്ട് വീണ്ടും ഒരെണ്ണം കൂടി ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് പൊങ്ങി വന്നതിന് ശേഷം ഇത് രണ്ടും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. 2 സൈഡ് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേമാതിരി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ അപ്പങ്ങളും ഇതേമാതിരി ചുട്ടെടുക്കാം. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നെയ്യപ്പം ഫ്ലോപ്പായി പോവില്ല കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അപ്പങ്ങളും ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ പെരുന്നാളിന് എന്തായാലും ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ നെയ്യപ്പം പുറത്ത് നല്ല മുരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇത് നമ്മൾ ഇതിലോട്ട് ചോറും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൈദപ്പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവും. ഉള്ളിൽ നമുക്ക് കടിച്ചാൽ കിട്ടാത്ത ആ ഒരു പരുവൊന്നും ആവില്ല കേട്ടോ ഈ നെയ്യപ്പം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ പെരുന്നാളിന് എന്തായാലും ഇങ്ങനെ ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നെയ്യപ്പം ശരിയായില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇങ്ങനെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ട് നന്നായിട്ട് തന്നെ ശരിയാവും. ഇപ്പം നമ്മൾ ഈ ഒരു അളവ് നോക്കിയാൽ മതി കേട്ടോ. ചോറിൻ്റെയും തേങ്ങൻ്റെ ഒന്നും അളവ് കൂടാണ്ടിരുന്നാൽ മതി. അതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.